കെന്നഡി കരിമിങ്കാല കൂടി ചേരുകയാണ്. ശ്രീ കെന്നഡി, ഇക്കാര്യത്തിൽ മന്ത്രിക്ക് എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചിലയിടങ്ങളിൽ പോലും ക്രൈസ്തവ സമുദായം കൈവിട്ടു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടല്ലോ LDF-ന്. അപ്പോൾ അതിലെ ഒരു എന്താണ് ഒരു തിരുത്തൽ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ മന്ത്രിയിൽ നിന്നുണ്ടായത്? നോക്കൂ മഞ്ജുഷ, ഞാൻ ആദ്യം തന്നെ ശശികല ടീച്ചറും ഞാനുമായി ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ ചർച്ചകളിലൊന്നും ഞാൻ അവരെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് വല്ലാണ്ട് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വളരെ കൃത്യമായി സ്ഫുടമായ ഭാഷയിൽ എന്താണോ മലയാളി ആഗ്രഹിക്കുന്നത് കേൾക്കാൻ, എന്താണോ ഒരു സെക്കുലർ ഒരു സമൂഹം എന്താണോ കേൾക്കാൻ ഉത്കണ്ഠയോടെ കാത്തത്, അത് അവർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല. ഞാൻ അവരെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഞാൻ പൂർണ്ണമായും ശ്രീജിത്ത് പണിക്കരുടെ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ ഞാൻ തള്ളുന്നു. അദ്ദേഹം പറഞ്ഞു സ്ഫോടനാത്മകമായ സംഭവങ്ങളെന്ന്. ഞാനത് തള്ളുകയാണ്. കാരണം ഇത് ഒരു ആദിമൂത്ത് പ്രാന്താകുന്ന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല സുന്ദരമായി അറിയാം, നല്ല ഒന്നാന്തരം ഷോക്ക് കിട്ടിയിരിക്കുന്നൊരു സമയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി കാക്കി കളസ് വിടും. ഇതെങ്ങനെ സഹിക്കും? നമ്മളതെല്ലാം മനസ്സിലാക്കണ്ടേ? പിന്നെ എൻ്റെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. കാരണം വളരെ സത്യസന്ധതയോടെയാണ് അദ്ദേഹം വാക്കുകളൊക്കെ എടുത്ത് നിരത്തി പറഞ്ഞത്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി സത്യസന്ധനും സൽഗുണ സമ്പന്നനുമാണെന്ന് നമുക്കറിയാം. കാരണം നിയമസഭയിൽ നടത്തിയ താണ്ഡവ നൃത്തമൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മാഞ്ഞുപോയി. കോടതിയിൽ അദ്ദേഹം എന്നിട്ട് സത്യം പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നാവെടുത്താൽ സത്യം മാത്രമേ പറയൂ എന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണം അംഗീകരിക്കണം, നമ്മൾ അതങ്ങനെയാണ്. സഖാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും പറയരുത്. സഖാക്കൾ രാത്രി 8 മണിക്ക് കിഴക്ക് സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അംഗീകരിച്ചേക്കണം. അതിനെ കൂടുതൽ എതിർക്കാനൊന്നും പോകരുത്. കാരണം അവരത് അങ്ങനെയാണ്. ഏതോ ഒരു പാർട്ടി LC മെമ്പർ വിളിച്ചു പറഞ്ഞു, ഒന്നെ പാർട്ടി റെജി അടങ്ങ് അപ്പോൾ എനിക്കറിയാം ചൊറിയുമെന്ന് എനിക്കറിയാം. ഞാൻ ചൊറിയിക്കാൻ തന്നെയാണ് പറയുന്നത്. ഏതോ ഒരു പാർട്ടിയുടെ LC മെമ്പർ പറഞ്ഞ ഉടനെ ചാടിക്കേറി ഇറങ്ങി ഒരു മന്ത്രി ഇത്തരത്തിൽ വിഡ്ഢിത്തരം കാണിക്കാൻ പാടുണ്ടോ? എന്താ മന്ത്രി ഇത് മാത്രം കാണുന്നത്? ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ഒരു മുസ്ലിം പെൺകുട്ടി 10ാം ക്ലാസ്സോ +2 പാസ്സായിട്ട് അവൾക്ക് അവളുടെ മിടുക്കിന് അവളുടെ സമുദായവും ആ സംഘടനകളും ചേർന്ന് ആ നല്ല മിടുക്കികളായ കുട്ടികളെ അഭിനന്ദിക്കാൻ ഒരു സ്റ്റേജിൽ വിളിച്ച് കയറ്റിയപ്പോൾ ഓർമ്മയുണ്ടോ എൻ്റെ സഖാക്കൾക്ക് എന്താ സംഭവിച്ചതെന്ന്? 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടി സ്റ്റേജിൽ കയറിയതിന് ആ സ്റ്റേജിൽ നിന്നൊരു താടി വെച്ച വല്യപ്പൻ അലറിയത് ഓർമ്മയുണ്ടോ? ആരോട് ചോദിച്ചോണ്ടാടി ഇന്ന് സ്റ്റേജിൽ കയറിയത്? ആരാ ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? കയറി ഇനി മേലാ കയറിയ ഞാൻ കാണിച്ചു തരാം. എന്താ നാവില്ല കുന്നിലപ്പന്മാരായി പോയോ സഖാക്കൾ? ഇതൊന്നും കാണുകയല്ലേ? ഈ ചില കാര്യങ്ങളിൽ മാത്രമേ കാഴ്ചയുള്ളൂ. കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട എൻ്റെ മഞ്ജുഷേ. ഇനി ഇതിൻ്റെ അപ്പുറവും നടക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 21ഓളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP 1ാം സ്ഥാനത്താണ്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 21 MLA-മാരെന്നാണ് അർത്ഥം, അല്ലേ? അങ്ങനെയൊന്നുമില്ല. കണക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെയൊന്നുമില്ല. അത് തെറ്റാണ്. കണക്കിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല കെന്നഡി, ആ കണക്ക് തെറ്റാണ് കേട്ടോ. ലോക്സഭയിൽ ഞാൻ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ചാണെങ്കിൽ താങ്കൾ പറയുന്നത് നിയമസഭ മണ്ഡലങ്ങളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നുമില്ല. രണ്ടെണ്ണം അത്രയേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പല്ല, രണ്ടെണ്ണം നിയമവും വട്ടിയൂർക്കാവും മാത്രം. ഇല്ല, ലോക്സഭാ ഇലക്ഷനിലെ കാര്യമാണ് ഞാൻ മഞ്ജുഷേ. അത് 10-11 ഉണ്ടായി. ശരി, അത് കഴിഞ്ഞല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി താരതമ്യം അല്ല, അതിലെ വോട്ട് ഷെയർ നോക്കുമ്പോൾ 2 എണ്ണം. ആ 21 അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനിൽ 1ാം സ്ഥാനം വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ മഞ്ജുഷേ? 21 MLA-മാരെന്നാണ് പറഞ്ഞത്. അതിന്റെ കൂടി മുനമ്പം വിഷയവും പിന്നെ ഈ നാട്ടിൽ മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കവും ക്രിസ്ത്യൻ സമുദായം തിരിച്ച് നന്നായി റെസ്പോണ്ട് ചെയ്യുന്നൊരു സ്ഥിതിയും അതിന് ശേഷം ഉണ്ടായപ്പോൾ വരുന്നൊരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം. സഖാക്കന്മാർ ഇനി എന്താ പറയുക, റോഡിൽ കൂടി ഓടുന്നത് കാണേണ്ടി വരും. ചെമ്പരത്തിപ്പൂ തലയെ വെച്ച് നമ്മൾ അത് കാണാൻ കൂടി കാത്തിരിക്കുക. ഇവരിങ്ങനെ പലതും പുലമ്പും. രാഷ്ട്രീയം എന്താണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് രാഷ്ട്രീയം താങ്കൾ എന്താണ് കാണുന്നത്? ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ UDF-ലേക്ക് പോയി. UDF-ലേക്ക് പോയി. കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒപ്പമുണ്ടായിട്ട് പോലും അല്ലല്ല. അതുകൊണ്ട് ആ കോട്ടം നികത്തുന്നതിന് വേണ്ടിയാണെന്നാണോ? ആ രാഷ്ട്രീയമാണോ? അല്ല
എന്താ സംശയം എൻ്റെ മഞ്ജുഷേ, എന്താ സംശയം? പക്ഷെ മലയാളികൾക്ക് ഇത് നടക്കുമോ? ഇത്തരം പൊടിക്കൈകളൊക്കെ വല്ല ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ ആളുകളുടെ ഇടയൊക്കെ നടന്നു കാണും. കേരളത്തിലെ ക്രിസ്ത്യാനി പ്രത്യേകിച്ച് ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഇടയിലൊന്നും ഈമാതിരി തട്ടിത്തരികട അഭ്യാസങ്ങളൊന്നും നടക്കില്ല. ഇമാതിരിയുള്ള ക്യാപ്റ്റോട് ഗുളിയൊക്കെ മടക്കി വെച്ചാൽ മതി. നിങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസമൊന്നും നടക്കില്ല. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടിയും വരും. ഇനി ചെയ്യുകയും ചെയ്യും. ഇതൊന്നും പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നതാണ് സങ്കടം. രാഷ്ട്രീയ അജണ്ട എന്ന രീതിയിലാണ് കാരണം തദ്ദേശ